ഇസ്രായേൽ ഇറാനിൽ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രധാന വ്യക്തിയെയാണ്. ആ വ്യക്തി തീരുന്നതോടുകൂടി ഇറാനുമായി ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഐക്യം മാറിക്കിട്ടുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. പലവട്ടം അവർ അത് പറഞ്ഞതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ വീഡിയോയിൽ കൂടെ അവിടുത്തെ ജനങ്ങളെ, ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതും അങ്ങനെയാണ്. ഈ ഭരണകൂടം പോകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഇവിടെ വരുമെന്ന്. ഏതായാലും അത്തരത്തിലൊരു നീക്കം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ IDF-ന്റെ ഉന്നത സൈനിക വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അവർ പറയുന്നത് അയത്തുള്ള ഖമേനി ഞങ്ങളുടെ റഡാറിൽ തന്നെയാണ്, ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാമെന്ന് കൂടി പറയുന്നു. ഏതായാലും എന്താണ് ഇനി ഇറാനിൽ സംഭവിക്കുന്നത്? അങ്ങനെ അയത്തുള്ള ഖമേനിക്ക് നേരെ ഒരു വധമോ നടന്നു കഴിഞ്ഞാൽ അത് ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് കൺട്രീസിൽ എല്ലാം അതിനൊരു വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാകും. ഏതായാലും അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ഇസ്രായേലിലെ സൈനിക മേധാവികൾ തന്നെ പറയുന്നു. ന്യൂസ് ഡെസ്ക്.